ഹലോ, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു ബ്രേസസ് ജേർണിയെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് പേര് കമ്പിട്ട് എടുത്ത വരെയുള്ള ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തേക്കുന്നു. അപ്പോൾ പിന്നെ ഞാനൊരു വീഡിയോ അതിനെ പറ്റിയിട്ട് എൻ്റെ ഒരു ജേർണിയെ പറ്റിയിട്ട് ഞാനും ഒന്ന് പറയാമെന്ന് വെച്ചു. അപ്പം ഞാനിപ്പം ബ്രേസസ് ഇപ്പോൾ എടുത്തിട്ട് ഫെബ്രുവരി 20 ഈ 2025 ഫെബ്രുവരി 20 ഞാൻ ഊരിയത്. അപ്പം 1 വർഷവും 4 മാസമായിരുന്നു എൻ്റെ ഇതിൻ്റെ ഒരു ടൈം പീരീഡ്. 1 വർഷവും 4 മാസമായിരുന്നു. എനിക്ക് സത്യത്തിൽ 1 വർഷം എടുക്കത്തുള്ളായിരുന്നു. പക്ഷേ ഞാൻ 4 പ്രാവശ്യമായിട്ട് എൻ്റെ ബ്രാക്കറ്റുകളെല്ലാം പൊട്ടിക്കാൻ തുടങ്ങി. അപ്പം ഒരു പ്രാവശ്യം ഞാൻ ആദ്യം 1 പൊട്ടിച്ചുകൊണ്ട് ചെന്നു, പിന്നെ 4 പൊട്ടിച്ചുകൊണ്ട് ചെന്നു. അങ്ങനെ ഓരോ തവണ കൂടി പൊട്ടിച്ചുകൊണ്ട് ചെല്ലുന്ന ബ്രാക്കറ്റുകളുടെ എണ്ണം കൂടിയപ്പം ഡോക്ടർ എൻ്റെ നേരെ തിരിഞ്ഞ് ഇനി ഇത് നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ചൂടായി. അപ്പം പിന്നെ ഞാൻ പേടിച്ച് ഇനി ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ല, എല്ലാം ഊരും എന്നൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിൽ വിരട്ടി. അങ്ങനെ ഞാനത് പൊട്ടിക്കലൊക്കെ നിർത്തി. എന്തെങ്കിലുമൊക്കെ നമ്മൾ കടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്താലാണ് ഇത് ഇളകിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെ കടിച്ചൊക്കെ പൊട്ടിക്കുന്നതൊക്കെ കുറച്ച് വളരെ സൂക്ഷിച്ച് എല്ലാം കട്ട് ചെയ്തൊക്കെ അങ്ങ് അറ്റത്ത് നമ്മുടെ അണപ്പല്ല് വെച്ചിട്ട് വേണം കഴിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ആദ്യത്തെ ഒരു 4 മാസം ഞാൻ പൊട്ടിച്ചെങ്കിലും ബാക്കി ഒരു വട്ടം പോലും പിന്നെ ഞാൻ പൊട്ടിച്ചിട്ടില്ല ഈ 1 വർഷത്തിൻ്റെ ഇടയ്ക്ക്. അങ്ങനെയാണ് എനിക്ക് 1 വർഷമായിരുന്നു ഡോക്ടർ ആദ്യം എനിക്ക് പറഞ്ഞിരുന്നത്. എൻ്റെ അഹങ്കാരം കാരണം പിന്നെ അത് 4 മാസം കൂടെ കൂടിയതാണ്. അങ്ങനെ ആദ്യം എനിക്ക് വീട്ടുകാർക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു എനിക്ക് കമ്പി ഇടുന്നതിനെ കൊണ്ട്. കമ്പി ഇടണ്ട, എന്തിനാ കമ്പി ഇടുന്നത്, വലിയതായിട്ട് പല്ല് ഉന്തിയിട്ടില്ലായിരുന്നു. പക്ഷേ എല്ലാം ഓർഡർ ഭയങ്കരമായിട്ട് തെറ്റി. കോമ്പല്ലും താഴെ എല്ലാം ഓർഡർ തെറ്റിക്കിടക്കുമായിരുന്നു. അപ്പം എനിക്ക് ആരെയും നോക്കി ചിരിക്കാനെ കൊണ്ടോ അല്ലെങ്കിൽ സംസാരിക്കാനോ എന്നുള്ളൊരു കോൺഫിഡൻസേ ഇല്ല. എൻ്റെ പണ്ടത്തുള്ള ഏത് ഫോട്ടോ എടുത്താലും ഞാൻ ഇങ്ങനെയാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എനിക്ക് പല്ല് കാണിച്ച് ചിരിക്കാനെ കൊണ്ടുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇടണം എന്നുള്ള ആഗ്രഹം കൂടുതലായിരുന്നു. അങ്ങനെ എല്ലാവരെയൊക്കെ സമ്മതിപ്പിച്ച് ആദ്യം ചെന്നപ്പം അവർ പറഞ്ഞ് അളവൊക്കെ എടുത്ത്, ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് പല്ലെടുക്കാതെ ഇടണം എന്ന് വെച്ചാൽ പല്ലെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് തലവേദന വരുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം പല്ലെടുക്കാതെ ഇടണം എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പം ഡോക്ടർ പറഞ്ഞില്ല, എനിക്ക് ഒരു ഇച്ചിരി പോലും ഗ്യാപ്പില്ലായിരുന്നു, പല്ലിൻ്റെ ഇടയിൽ ഒരു ശകലം പോലും ഗ്യാപ്പില്ലായിരുന്നു. അപ്പം പല്ലെടുക്കാതെ ഇടാനെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല എന്ന് ആദ്യമേ പറഞ്ഞു. അങ്ങനെ 4 പല്ലെടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ഈ 2 സൈഡിൽ നിന്നും കൂടെ 4 പല്ലെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ വീട്ടിൽ കുറച്ച് ഇതായിരുന്നു, പല്ലെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് തലവേദനയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ സമ്മതിപ്പിച്ച് ആദ്യത്തെ പല്ലെടുക്കാൻ പോയി. അതാണ് സംഭവം. ആദ്യത്തെ പല്ലെടുക്കാൻ പോയി. എല്ലാവർക്കും ഒരു 10-15 മിനിറ്റിൽ പല്ല് പറഞ്ഞു വരും. എനിക്ക് പല്ല് പറഞ്ഞു വരുന്നില്ല. എൻ്റെ പല്ല് അവിടെ തന്നെ സ്ട്രോങ് ആയിട്ട് അങ്ങ് ഇരിക്കുകയാണ്. അപ്പം ഡോക്ടർ കുറേ ഇട്ട് പിടിക്കുവാണ്. അനസ്തേഷ്യയുടെ എഫക്റ്റ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെയിൻ വരുന്നു. എന്നിട്ട് ഞാൻ വേദന എടുക്കുന്നത് പറഞ്ഞ് പിന്നെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അനസ്തേഷ്യ തരും. അങ്ങനെ 1 മണിക്കൂർ കഴിയുന്നു, 2 മണിക്കൂർ കഴിയുന്നു. ഒരു 2.5 മണിക്കൂർ എൻ്റെ പല്ലിലിട്ട് പിടിച്ചാണ് എനിക്ക് പല്ല് പറഞ്ഞു വന്നത്. ഡോക്ടർ പാനിക്കാവുന്നുണ്ട് ഉള്ള കാര്യം എനിക്ക് ആദ്യമേ മനസ്സിലായി. ഡോക്ടറിന് ടെൻഷൻ ആവുന്നുണ്ട്, ഇതെന്താ ഇളകാത്തെന്നുള്ള കാര്യത്തിൽ ടെൻഷൻ ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അതിനെക്കാട്ടി ടെൻഷൻ. വീട്ടുകാരെല്ലാവരും എതിർത്തിട്ടാണ് പല്ലെടുത്ത് കമ്പി ഇടണം എന്നൊക്കെ ഉള്ളൊരു തീരുമാനം എടുത്ത് തന്നിട്ട് എന്തെങ്കിലും പണി കിട്ടുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ എനിക്കുമായി. അങ്ങനെ എന്തായാലും പല്ല് പറഞ്ഞു വന്ന്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ് ഇനിയുള്ള 3 പല്ല് സർജനെ കൊണ്ട് എടുപ്പിക്കാം. ഇപ്പം ഇതെടുത്തതിരിക്കട്ടെ എന്ന് വെച്ചാൽ എൻ്റെ ഇതിന് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഉറച്ചിരിക്കുന്ന പല്ല. അപ്പം സർജനെ കൊണ്ട് എടുപ്പിച്ചാലേ ശരിയാവത്തുള്ളൂ, ഇനിയുള്ള 3 എന്ന് പറഞ്ഞു. അങ്ങനെ ആ പല്ല് എടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിയിൽ ഞാൻ ഇപ്പോൾ അനസ്തേഷ്യ പലതവണ ഇങ്ങനെ മാറി തന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒന്നും അറിയത്തില്ല. ഇവിടെയൊക്കെ അങ്ങ് നീര് പിടിച്ച പോലെയും മൊത്തത്തിൽ എന്തോ പോലെയൊക്കെ ഇരിക്കും. അങ്ങനെ ഞാൻ വണ്ടിയിൽ വരുന്ന വഴി എന്തോ ഞാൻ ഇങ്ങനെ എങ്ങനെയോ കടിച്ച് പിടിച്ചിരുന്നു. ഞാൻ അനസ്തേഷ്യയാണ് നമുക്കറിയത്തില്ല, നമ്മൾ കടിച്ച് പിടിച്ചേക്കുമായിരുന്നു. വീട്ടിൽ വന്നപ്പോഴത്തേന് ചുണ്ടെല്ലാം കൂടെ നീര്. ഞാൻ ആ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. ഞാൻ തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോ. ഇവിടെ എല്ലാം കൂടെ നീരായിട്ട് ഇങ്ങനെ വീർത്ത് മുഖ ഷേപ്പേ മാറിപ്പോയി. വീട്ടിലെല്ലാവർക്കും ദേഷ്യമായി, വല്ല കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ എന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ ഞാനും ഭയങ്കരമായിട്ട് ടെൻഷനായി. ഞാൻ ഐസൊക്കെ വെച്ച് ഡോക്ടറിനോട് ചോദിക്കാതെ തന്നെ ഞാൻ ഐസൊക്കെ എടുത്ത് വെച്ച്. ഡോക്ടർ പറഞ്ഞ് ഐസ് വെച്ചാൽ കല്ലിക്കും, ഐസൊന്നും വെക്കേണ്ടെന്ന് പറയും. എന്നിട്ട് ഞാൻ ഐസൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ പെയിൻ കില്ലറൊക്കെ എനിക്ക് കുറേ തന്നായിരുന്നു. അങ്ങനെ എൻ്റെ ആ ഒരു പെയിൻ മാറി വരാൻ തന്നെ എനിക്ക് ഒരാഴ്ചയോളം പിടിച്ച്. എന്ന് വെച്ചാൽ ആ ഒരു ഒത്തിരിയും ഇട്ട് കുലുക്കി എടുത്തത് കൊണ്ട് തന്നെ എനിക്ക് പെയിൻ കില്ലർ ഇല്ലാതെ ആ വേദന സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് പെയിൻ കില്ലർ പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ പെയിൻ കില്ലർ കണ്ടിന്യൂ എടുത്തുകൊണ്ടിരുന്നു. അതിൻ്റെ കൂടെ ഈ കടിച്ച് പിടിച്ചിടത്ത് മൗത്ത് അൾസർ പോലെ വന്നിട്ട്, ഈ വായുടെ ഈ അകവശത്താണ് കടിച്ചത്, മൗത്ത് അൾസർ പോലെ വന്നിട്ട് അതിന് വേറെ മരുന്ന്, ഒരു ജെല്ല് പോലൊരു സാധനം അതിന് പുരട്ടാനെ കൊണ്ട് പല്ലെടുത്തതിൻ്റെ പെയിന്, കടിച്ചതിൻ്റെ അടുത്ത പെയിന്, ആകെ പെയിൻ കൊണ്ടുള്ളൊരു കളിയായിരുന്നു ഒരാഴ്ചത്തേന്. അങ്ങനെ പെയിൻ കില്ലർ ഇല്ലാതെ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയായി. അങ്ങനെ പെയിൻ കില്ലർ അവസാനം ഡോക്ടർ പറഞ്ഞു പിന്നെയും പെയിൻ മാറുന്നില്ലെങ്കിൽ വേറെ വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ കയ്യിലിരിക്കുന്നതെല്ലാം തീർന്നു. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ച് ഇങ്ങനെ പിന്നെയും കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കത്തതേ ഉള്ളൂ. അതുകൊണ്ട് പെയിൻ കില്ലർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഉപ്പുവെള്ളം കൊണ്ടുകൊണ്ടിരിക്കാം, പെയിൻ മാറുന്നോ ഇല്ലയോ എന്ന് നോക്കട്ടെ, ഉപ്പുവെള്ളം കൊണ്ടുകൊണ്ടിരിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഉപ്പുവെള്ളം കൊണ്ട് പെയിൻ സഹിച്ച് ഒരു ദിവസം നല്ലതായിട്ട് പെയിൻ സഹിച്ച് മരുന്ന് കഴിക്കത്തില്ല എന്നുള്ള രീതിയിൽ പെയിൻ സഹിച്ച് അങ്ങനെ ആയതിന് ശേഷം അടുത്ത ദിവസം തൊട്ട് പെയിൻ മാറി. അവിടെ എല്ലാം മുറിവൊക്കെ പല്ലെടുത്തിടത്തെ മുറിവൊക്കെ ഒരുവിധം ഉണങ്ങി സെറ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ സർജൻ്റെ അടുത്ത് അടുത്ത പല്ലെടുക്കാനെ കൊണ്ട് പോയി. ഒരു പ്രശ്നമില്ലാതെ പെട്ടെന്ന് തന്നെ പല്ലെടുത്ത് പിന്നെ ആദ്യത്തെ ഈ താഴെ ഒരു സൈഡിൽ നിന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് മേളിൽ നിന്ന് ഒരെണ്ണം കൂടെ എടുത്തു. അപ്പോൾ ഒരു സൈഡ് ഇതായി. പിന്നെ അടുത്ത പ്രാവശ്യം പോയപ്പോൾ സർജൻ ഒരു സൈഡിൽ തന്നെ 2 എണ്ണവും എടുത്തു. അത് പെട്ടെന്ന് എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം സെറ്റായതിന് ശേഷം നമുക്ക് കമ്പി ഇടാനെ കൊണ്ട് ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലേണ്ട ദിവസമായി. അങ്ങനെ ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ അടുത്ത് ചെന്നു. ആദ്യം നമുക്കെല്ലാം ബ്രാക്കറ്റുകളൊക്കെ ഒട്ടിച്ചിട്ട് കമ്പി ഇട്ട് തന്നു. അപ്പോഴും കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല പെയിനായി. നല്ല പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പെയിനായി. അതിന് നമുക്ക് മരുന്നൊന്നും തരത്തില്ല. ആ പെയിൻ നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. പല്ലെടുത്തിട്ട് വല്ല പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻ കില്ലർ തരും. പക്ഷേ ഈ പെയിൻ നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. ഉപ്പുവെള്ളം കൊണ്ടുകൊണ്ടിരിക്കുക. ഉപ്പുവെള്ളം കൊണ്ടുകൊണ്ടിരുന്നാൽ നല്ലതായിട്ട് ആശ്വാസം കിട്ടും. മടി കാരണം ഉപ്പുവെള്ളമൊന്നും കൊണ്ടില്ല. ഇങ്ങനെ ഉപ്പുവെള്ളം കൊണ്ടു, എന്നാലും അധികം ഡോക്ടർ പറഞ്ഞ പോലെ കൊണ്ടൊന്നുമില്ല. എന്നാലും കൊണ്ടിട്ട് നല്ലതായിട്ട് ഒരു കുറച്ച് ദിവസത്തേന് പല്ല് കടിക്കാനൊക്കത്തില്ല, ഒന്നും കഴിക്കാൻ ഒക്കത്തില്ല. നൂഡിൽസ്, ജ്യൂസ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് കുറേ സഹിച്ച്. സത്യം പറഞ്ഞാൽ ഈ കമ്പി ഇടാനെ കൊണ്ട് ആഗ്രഹമുള്ളവർ, അത്യാവശ്യം വേദന സഹിക്കാനെ കൊണ്ട് പറ്റുന്നവർ ഇതിന് ഇറങ്ങിത്തിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ഒട്ടും വേദന സഹിക്കാൻ പറ്റാത്തവർ, ഞാൻ ഇത്രയൊക്കെ വേദന സഹിക്കേണ്ടി വരുമായിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ ഇത് വേണ്ടെന്ന് വെക്കുമായിരുന്നു എന്ന് ഇതിൻ്റെ ഒരു ജേർണിയുടെ പല സമയങ്ങളിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ റിസൾട്ട് എനിക്ക് കോൺഫിഡൻസ് തോന്നുന്ന രീതിയിലുള്ളൊരു റിസൾട്ട് കിട്ടിയതിന് ശേഷം സാരമില്ല, ഇപ്പോൾ അതങ്ങ് ഇതായി. എന്നാലും കുറച്ച് വേദനയൊക്കെ നമ്മൾ സഹിക്കണം. അങ്ങനെ കമ്പിയിട്ട് ഒരു 3-4 ദിവസത്തിന് ഇങ്ങനെ കടിക്കാനൊന്നും പറ്റത്തില്ല, നല്ല വേദനയാണ്. പിന്നെ നമ്മൾ അതുമായിട്ട് അങ്ങ് യൂസ്ഡ് ആവും. പിന്നെ നമ്മുടെ ആ ബ്രാക്കറ്റ് കൊണ്ട് ചുണ്ടിൻ്റെ ഇവിടെയും ഈ താഴ്വശം അകമൊക്കെ മുറിയും. അപ്പോൾ ഒരു മെഴുക് പോലൊരു സാധനം തരും. അത് വെച്ച് അതൊക്കെ അങ്ങ് ഇതായിപ്പോവും. പിന്നെ ഓരോ മാസവും നമ്മൾ ടൈറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് ടൈറ്റ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ദിവസം പിന്നെ നമുക്ക് ഭയങ്കര പെയിനായിരിക്കും. അത് ഓരോ പ്രാവശ്യത്തെ ടൈറ്റിൻ്റെ ആ ഒരു ഇത് അനുസരിച്ചിരിക്കും എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഓരോ മാസവും ആദ്യത്തെ 3-4 മാസം ഞാൻ ബ്രാക്കറ്റ് ഇളക്കി. പിന്നെ ഡോക്ടറൊക്കെ ദേഷ്യമായെന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ നല്ല സൂക്ഷിച്ച് അകത്തോട്ട് വെച്ച് എല്ലാം കഴിക്കത്തുള്ളൂ. ഞാൻ സ്നിക്കേഴ്സൊക്കെ ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് അതേപോലെ വെച്ച് കടിക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു ആദ്യം. അങ്ങനെയാണ് ഇതൊക്കെ ഇളകിപ്പോയത്. അപ്പം ഞാൻ വിചാരിച്ച് ഈ സൈഡിൽ വെച്ച് കടിച്ചു കഴിഞ്ഞാൽ ഇത് ഇളകത്തൊന്നും ഇല്ലായിരിക്കും എന്ന് പറഞ്ഞിട്ട് കടിച്ചതാണ്. പക്ഷേ അങ്ങനെയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മേളിൽ കുത്തി വെച്ചേക്കുന്ന ബ്രാക്കറ്റൊക്കെ ഇളകിപ്പോയി. അങ്ങനെ 3-4 പ്രാവശ്യം ഇളക്കിയിട്ട് പിന്നെ ഉള്ള എല്ലാ മാസവും ഈ 2025 ഫെബ്രുവരി 20-നാണ് ഞാൻ എനിക്കിത് ഊരി തന്നത്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചത്, എനിക്ക് ബ്രാക്കറ്റ് ഇട്ട് ആ ഒരു ലെവലിൽ കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര എനിക്കങ്ങ് ഒരു
നല്ല റിസൾട്ടൊന്നും ആയിരിക്കത്തില്ല, പല്ല് ലെവലായോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് തോന്നി. എൻ്റെ ഗ്യാപ്പെല്ലാം ഒരു വർഷം കൊണ്ട് ഗ്യാപ്പ് അടഞ്ഞ് എല്ലാ മാസവും ടൈറ്റ് ചെയ്തു, കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് ഒരു ബാൻഡ് പോലെ, നമ്മുടെ റബ്ബർ ബാൻഡിൻ്റെ വേറൊരു ടൈപ്പ് ഒരു സാധനമൊക്കെ ഇടും, അതൊക്കെ വെച്ച് ഇട്ട് ഗ്യാപ്പെല്ലാം അടഞ്ഞ്. അപ്പം ഇത് ഊരുന്നതിൻ്റെ അന്ന് എനിക്കിത് ബ്രാക്കറ്റിൻ്റെ എല്ലാം കമ്പിയൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് ഇത് ഒരു അത്യാവശ്യം നല്ല റിസൾട്ടൊന്നും ആയിരിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ അന്ന് എനിക്ക് കണ്ണാടി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ പല്ല് ഇത്രയെങ്കിലും ഒരു ഇതാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അത്രയ്ക്ക് ഒരു ഓർഡർ ഇല്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിലെ 2 പല്ലിൻ്റെ ഈ ഒരെണ്ണത്തിൻ്റെ മേളിലോട്ട് നോക്കിയിരിക്കും. അപ്പോൾ ഇങ്ങനെ സൈഡ് തിരിഞ്ഞ് നോക്കാൻ നേരത്തെ ഒരു ഗ്യാപ്പുള്ള പോലെ അതൊക്കെ എനിക്ക് ഭയങ്കര വൃത്തികേടായിരുന്നു. അതെല്ലാം മാറി ഇപ്പം ഈ ഒരു ലെവലിൽ പല്ലായി. ഈ ഒരു ലെവലിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇരുന്നുണ്ട്. ഇപ്പോൾ മറ്റുള്ളവരെ നോക്കി ചിരിക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ആദ്യം എനിക്കതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആരെങ്കിലും നോക്കി ചിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ചിരിക്കും, അതൊരു പല്ല് വെളിയിൽ കാണാത്ത രീതിയിൽ ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ. ഇപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കമ്പി ഇടാൻ താല്പര്യമുള്ളവർ കുറച്ച് വേദനയൊക്കെ സഹിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇട്ടാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ അലൈനറുണ്ട് ഇപ്പം, അത് കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പി ഇട്ടതിന് ശേഷമുള്ള എനിക്കിപ്പം റീറ്റൈനർ തന്നിട്ടുണ്ട്, മറ്റേ ഒറ്റക്കമ്പി തന്നിട്ടുണ്ട്. ഒറ്റക്കമ്പി ഞാൻ കറക്റ്റായിട്ട് ഇടുന്നുണ്ട്. രാവിലെയും ഇടണം എന്നാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. എനിക്ക് രാവിലെ പലപ്പോഴും ഇടാൻ പറ്റാറില്ല. ഞാൻ രാത്രി കറക്റ്റായിട്ട് ഇതുവരെ ഞാൻ തെറ്റിച്ചിട്ടില്ല, രാത്രി എന്നും ഞാൻ ഇടും അങ്ങനെ. പക്ഷേ നമ്മൾ കമ്പി ഇട്ടതിന് ശേഷം ഉള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് ഭയങ്കരമായിട്ട് സെൻസിറ്റീവായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ജന്മന ഉള്ള പല്ലിനെ മാറ്റി വേറൊരു രീതിയിലോട്ടൊക്കെ ആക്കി വെച്ചേക്കുവാണ്. അപ്പം സെൻസിറ്റിവിറ്റി കുറച്ച് കൂടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള മധുരമോ തണുപ്പോ ഒക്കെ കഴിക്കുമ്പം ഒരു പുളിപ്പ് പോലെയും. എനിക്ക് സെൻസോഡൈനാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരുന്നത്, അതിൻ്റെ സമയം കഴിഞ്ഞ് ഇപ്പം ഞാൻ സാധാ കോൾഗേറ്റ് പോലൊക്കെ ഉള്ളത് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പം സെൻസിറ്റിവിറ്റി കൂടിയിട്ടുണ്ട്. അപ്പം പല്ല് കേടാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം. അപ്പം കുറച്ചൊക്കെയാണ് ഒരിച്ചിരി വലിയ പ്രശ്നമുള്ള പല്ലുകളല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല, എനിക്ക് അങ്ങനെ ചിരിക്കാൻ ഒക്കുന്നില്ല, ഇങ്ങനെ സംസാരിക്കാൻ ഒക്കുന്നില്ല എന്നുള്ളതൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കമ്പി ഇടുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസിറ്റിവിറ്റി കൂടി, അതേപോലെ ഇങ്ങനെ നമുക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നഖം കടിക്കരുതെന്ന് പറയും. നഖം കടിക്കുന്ന ശീലം എല്ലാവർക്കും കാണുമല്ലോ. പക്ഷെ ഇപ്പം നഖം കടിക്കാൻ പറ്റത്തില്ല. അപ്പം വെച്ചാൽ കടി കറക്റ്റായിട്ട് വീഴത്തില്ല. കുഞ്ഞു ഇപ്പം ഒരു നൂല് കടിച്ച് പൊട്ടിക്കുക, അതിനൊന്നും കറക്റ്റായിട്ട് കടി വീഴുന്നില്ല. ഇങ്ങനെ നമ്മുടെ പല്ലിൻ്റെ ആ ഒരു ഓർഡർ മാറ്റി വെച്ചേക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കടി കറക്റ്റായിട്ട് വരത്തില്ല. നമുക്ക് അല്ലാതെ എന്തെങ്കിലും വലിയ വലിയ സാധനങ്ങളൊക്കെ കടിക്കാനോ കഴിക്കാനോ ചോറ് കഴിക്കാനോ അല്ലാതെ എല്ലാം കഴിക്കാനൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾക്ക് കടി വീഴലൊക്കെ കുറച്ച് പാടുണ്ട്. അതേപോലെ സെൻസിറ്റീവ് ആവുന്നുണ്ട് പല്ല്. പെട്ടെന്ന് പല്ല് പണ്ടത്തെ പല്ല് പെട്ടെന്ന് അങ്ങനെ ഒരു വൈകിട്ടാകുമ്പോഴത്തേന് ഒരു മഞ്ഞ ഷെയ്ഡൊന്നും വരുന്നതായിട്ട് പണ്ടത്തെ പല്ലിന് തോന്നിയിട്ടില്ല. ഇപ്പം ഞാനത് ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇപ്പം പല്ല് കൂടുതലായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പല്ലിൽ മഞ്ഞ പോലെ വരുന്നതായിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞ്. എനിക്കിപ്പോൾ പെട്ടെന്ന് പല്ല് മഞ്ഞ കളറിലോട്ട് വരുന്നുണ്ടോ എന്ന് വെച്ചാൽ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ രാവിലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ രാത്രിയല്ല ബ്രഷ് ചെയ്യുന്നത്, രാത്രി ബ്രഷ് ചെയ്യാറാകുമ്പോഴത്തേന് പല്ലിൻ്റെ കളറിൽ വ്യത്യാസമൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ട്. കമ്പി ഇട്ടവർക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബ്രേസസ് ജേർണിയിലെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലുമൊക്കെ ഞാൻ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ബൈ.